ഇത് കുറെ ഉണ്ടല്ലോ ഗീത, ഇതിൽ എഴുതിയേക്കുന്ന സാധനങ്ങളെല്ലാം മേടിക്കണോ? പിന്നെ മേടിക്കണ്ടേ, അടുക്കളയിലെ സാധനങ്ങളെല്ലാം തീർന്നു. പിന്നെ പച്ചക്കറി വാങ്ങുമ്പോൾ ഫ്രഷ് നോക്കി തന്നെ വാങ്ങണോട്ടോ, നമ്മുടെ രാഘവൻ ചേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിയാൽ മതി. ശരി ശരി, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. ഇനി ഞാൻ കടയിൽ നിന്ന് ഇവിടെ വരാൻ നേരത്ത് അത് വാങ്ങില്ല ഇത് വാങ്ങില്ല എന്ന് പറഞ്ഞ് രണ്ടാമത് വിടരുത്. ഇല്ല ഇല്ല, എല്ലാം എഴുതിയിട്ടുണ്ട്. അയ്യോ മിഠായിയോ? അതിനച്ഛൻ ബേക്കറിയിലല്ലോ പോകുന്നത്, പച്ചക്കറി കടയിലല്ലേ. അത് പറഞ്ഞപ്പോഴേ ഓർത്തെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കോ, അല്ലെങ്കിൽ പിന്നെ അത് മതി. ഞാൻ ചോദിക്കാം അവരോട് എന്താ വേണ്ടേന്ന്. നീതു, നിത്യേ, എന്താ അമ്മ വിളിച്ച? വേഗം പറ, ഇനി ക്രിസ്മസ് വെക്കേഷൻ തീരണ വരെ അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അയ്യോ, ഇത്ര തിരക്കിലാണല്ലോ, എന്താണാവോ അവിടെ കാര്യം? പറയമ്മേ, ഞാനൊരു റീൽസ് ഷൂട്ട് ചെയ്യുമായിരുന്നു. തിരക്കാണെങ്കിൽ പൊക്കോ, അച്ഛൻ്റെ കടയിൽ പോകുക. നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അയ്യോ, അത്രക്ക് തിരക്കൊന്നുമില്ല. അച്ഛൻ ബിരിയാണി വാങ്ങിട്ട് വരാവോ? ഉച്ചക്കത്തേക്കുള്ള ചോറും ചിക്കനൊക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇടി സ്നാക്സ് എന്തെങ്കിലും വേണമെങ്കിൽ അത് പറ. എനിക്ക് ജിലേബി മതി. ചേച്ചിക്ക് ജിലേബിയോ? എന്നാ എനിക്ക് മതി ജിലേബി. ഒരാൾ പറഞ്ഞ പിന്നെ എല്ലാരും പറയല്ലോ. ശരി, അച്ഛൻ പോയി വരുമ്പോ ജിലേബി വാങ്ങിക്കൊണ്ട് വരാട്ടോ. അയ്യോ, കുണിക്ക് ജിലേബി വേണ്ടേ? പിന്നെ എന്താ വാങ്ങണ്ടേ? അച്ഛനോട് പറ. അയ്യോ, ഐസ്ക്രീമോ? അത് വേണോ കുണിക്ക് മോളെ? വേറെ എന്തെങ്കിലും പറ. ഇനി ഇരുന്നാ ഞാൻ വൈകി, ഞാൻ കടയിൽ പോയിട്ട് വരാം. കടയിലേക്ക് ഞങ്ങളും കൂടി വരട്ടെ? അയ്യോ എന്റെ പൊന്നു മക്കളെ, വേണ്ട. നിങ്ങൾ വന്നാലേ 1000 രൂപക്ക് വാങ്ങേണ്ട ബില്ല് 2000 രൂപയാകും. അച്ഛൻ പോയിട്ട് വേഗം വരാം. അതെ മാധവൻ ചേട്ടാ, ഒന്ന് നിന്നേ. കുണിക്ക് മോൾക്ക് ഐസ്ക്രീം വാങ്ങണ്ട, അവക്കും ജിലേബി തന്നെ വാങ്ങിയാ മതി. അയ്യോ, അവളിന് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? കുണിക്കിന് തീരെ വയ്യ, നല്ല ചുമയുണ്ട്. എന്തായാലും കുണിക്കുമോൾക്കും അത് പകരും. അതുകൊണ്ട് ഐസ്ക്രീം ഒന്നും മേടിക്കണ്ട. അവിടെ വെച്ച് പറഞ്ഞാൽ അവൾ കരയും. അതാ ഞാൻ പറയാനേ. മാധവൻ ചേട്ടൻ കട അടച്ചു പോയെന്ന് എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞാൽ മതി. എന്തായാലും ഐസ്ക്രീം വാങ്ങണ്ട കേട്ടോ. ശരി ശരി, വരുമ്പോ ഐസ്ക്രീം ഇല്ലെങ്കിൽ അവൾ എന്നെ ശരിയാക്കും. നീ അത് ഡീൽ ചെയ്താൽ മതി, ഞാൻ വേഗം പോയിട്ട് വരാം. മോളെ കുണിക്കി, എന്തിനാ ഒറ്റക്ക് ഇവിടെ വന്ന് നിൽക്കുന്നേ? എവിടേക്ക് ഞാൻ നോക്കിയെന്നറിയോ? അകത്തേക്ക് വാ, ഇവിടെ വന്ന് ഒറ്റക്ക് നിൽക്കരുത് കേട്ടോ. അച്ഛ കടയിലൊക്കെ പോയിട്ട് വരട്ടെ. ഒരുപാട് കടയിലൊക്കെ പോവാനില്ലേ? ഇപ്പോഴെങ്ങും വരില്ല. ഇതേ കുണിക്കുമോളെ അമ്മ കുളിപ്പിക്കാൻ വാ. ദൈവമേ, കുണിക്ക് ഐസ്ക്രീം നോക്കി നിൽക്കുവാണല്ലോ. മാധവൻ ചേട്ടൻ വരുമ്പോ ഐസ്ക്രീം മേടിക്കാത്തത് കൊണ്ട് ഇവൾ എന്തായാലും ശരിയാക്കും. ദൈവമേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? കുണിക്കുമോളെ, ക്രിസ്മസ് അല്ലേ? ക്രിസ്മസ് ആയതുകൊണ്ട് കടയിലൊക്കെ നല്ല തിരക്കാ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ചിലപ്പോ ഐസ്ക്രീം ഒക്കെ തീർന്നു പോയിട്ടുണ്ടാകും. അതാ അച്ഛൻ വരാൻ വൈകുന്നേ. കുറെ കടയിൽ കയറുന്നുണ്ടാകും. എന്തായാലും കുണിക്കുമോള് വാ, അമ്മേ വേഗം കുളിപ്പിച്ച് പാലൊക്കെ കുടിച്ച് നിൽക്കാം. അപ്പോഴേക്കും അച്ഛൻ വരൂട്ടോ. ഇല്ല, അച്ഛൻ വരുമ്പോ കൊണ്ടുവരും. എന്തായാലും അച്ഛൻ വരട്ടെ. കുണിക്കുമോൾ അകത്ത് കയറി. ഇങ്ങനെ ഇവിടെ വന്ന് ഒറ്റക്ക് നിൽക്കാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? വല്ല കള്ളന്മാരും വരും. അയ്യോ, കുടുംബാംഗം വരും. മാധവൻ ചേട്ടൻ വരുന്നേ മുമ്പ് ഇവൾ എങ്ങനെയെങ്കിലും കുളിപ്പിച്ച് പാല് കൊടുത്ത് ഉറക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബഹളം വെച്ചാലും വലിയ പ്രശ്നമില്ല. വാ കുണിക്ക്, നമുക്ക് അകത്തേക്ക് പോവാം. ഗീതേ, നീ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉണ്ട് ഇന്നാ. കുണിക്കുമ്പോളാണെങ്കിൽ നിങ്ങൾ പോയപ്പോ മുതൽ ഐസ്ക്രീം ഐസ്ക്രീം എന്ന് പറഞ്ഞ് നിൽക്കുക. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്നാവോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ അത് എനിക്ക് വിട്ടേര്. ആഹാ, എല്ലാരും എത്തിയല്ലോ. ജിലേബിയുടെ മണം പിടിച്ച് വന്നതായിരിക്കും. ഞാൻ ഇതൊക്കെ എന്തായാലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇന്നാ കുണുക്കാ. കുണിക്ക് എന്താ വരാത്ത? എല്ലാരും മേടിച്ചല്ലോ. ഇന്നാ ജിലേബി. ഇന്നാ ജിലേബി അല്ല, കുടിക്ക് ഐസ്ക്രീമാ വേണ്ടത്. അയ്യോ കുണിക്ക്, ഐസ്ക്രീം നോക്കി അച്ഛൻ എന്തോരം നടന്നോന്നറിയോ? അവിടെ എങ്ങും ഒരു കടയിലുമില്ല, എല്ലായിടത്തും തീർന്നു പോയി. അച്ഛൻ പറ്റിക്കുവാണോ? അച്ഛ കുണിക്കിനെ പറ്റിക്കോ? കട തുറന്നില്ല, അച്ഛ ഐസ്ക്രീം വാങ്ങിയില്ല. അയ്യോ കുണിക്കുമോളെ, അയ്യോ കരയല്ലേ കുണിക്ക്, കരയല്ലേ. അയ്യോ, എന്തിനാ കുണിക്കുമോളെ കരയുന്നേ? അച്ഛൻ ഐസ്ക്രീം വാങ്ങിയില്ല. കട അടച്ചു പോയി അച്ഛൻ പറയണ അമ്മ കേട്ടല്ലോ. പൊന്നിപ്പോ ജിലേബി കഴിക്കട്ടോ. വേണ്ട വേണ്ട, എനിക്ക് ജിലേബി വേണ്ട. അയ്യോ പൊന്നെ, അച്ഛൻ പറഞ്ഞില്ലേ, അച്ഛൻ നാളെ വാങ്ങിക്കൊണ്ട് വരാട്ടോ. അച്ഛൻ കൊടുക്കുന്ന ജിലേബി മേടിച്ചില്ലേ? ദീദി ചേച്ചിക്ക് മേടിച്ചു, തിറ്റി ചേച്ചിക്ക് മേടിച്ചു. കുടിക്കുമോൾക്ക് മാത്രം ഐസ്ക്രീം മേടിച്ചില്ല. അങ്ങനെ പറയില്ലേ കുണിക്കുമോളെ. കുണിക്കുമോൾക്കാ ഞാൻ അച്ഛൻ ആദ്യം ഐസ്ക്രീം വാങ്ങാൻ നോക്കിയേ, കട തുറക്കാനിട്ടല്ലേ. അതുകൊണ്ട് ഇത് ജിലേബി കൂടുതൽ വാങ്ങി. ഇന്നാ ഇത് കുണിക്കുമോൾക്കാ, ഇത് കഴിക്കേ. അയ്യോ, എന്റെ കുണിക്കുമോൾ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. വാ, ചേച്ചിയുടെ അടുത്ത് വാ. കുണിക്ക് ഇങ്ങ് വന്നേ, അമ്മ പറയട്ടെ. കുണിക്കുമോൾക്ക് നല്ല സങ്കടമായി. അച്ഛൻ എവിടെന്നെങ്കിലും ഒരു ഐസ്ക്രീം വാങ്ങായിരുന്നു. ഇപ്പോഴത്തെ ഈ കണ്ണിന്റെ സങ്കടവും കാര്യമൊക്കെ ഉണ്ട്. രണ്ടുപേർക്ക് നല്ല ചുമയുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങാതിരുന്നേ. നിങ്ങൾ അത് പോയി പറഞ്ഞു കൊടുക്കാനൊന്നും നിൽക്കണ്ട. ഐസ്ക്രീം കഴിച്ച് ചുമച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ടാ. കുണിക്ക് ഇവിടെ നിൽക്കുവാണോ? ഇനി വന്നേ. അങ്ങനെ ആരാ പറഞ്ഞു കുണിക്കുമോളെ? അച്ഛതേ നാളെ വരുമ്പോ 2 ഐസ്ക്രീം മേടിച്ചോണ്ട് വരാം കേട്ടോ. വേണ്ട വേണ്ട, അച്ഛൻ പറയാ. അതിനിങ്ങനെ കരയുന്നത് എന്തിനാ എന്റെ കുണിക്കുമോളെ?
ഇങ്ങനെ പുറത്ത് നിൽക്കണ്ട, അച്ഛന്റെ ഭാഗത്തേക്ക് വാ. വാ എന്റെ കുണിക്കുമോള് വാ. ഞാൻ വരില്ലെന്ന് പറയില്ലേ? മതി കുണിക്ക്, കുറെ നേരമായല്ലോ വെയിലത്ത് നിൽക്കുന്നേ. അകത്തോട്ട് കയറിക്കേ. അച്ഛൻ പറഞ്ഞില്ലേ ഐസ്ക്രീം കട അടച്ചിട്ടേക്കുവാണെന്ന്, അതുകൊണ്ടാ മേടിക്കാനേ. നാളെ മേടിച്ചു തരും. ഇപ്പൊ അകത്തോട്ട് വാ. അമ്മത് പൊക്കെ. എന്താ നീ പറഞ്ഞേ? അമ്മയെന്ന് പൊക്കേന്നോ? നല്ല അടി കിട്ടോട്ടോ കുണുക്കി, നിനക്ക് നല്ല അടി കിട്ടും. കുറെ നേരമായി പൊഞ്ഞായിരിക്കുന്നു. നിന്നെ പോലെയല്ലേ കുണുക്കനും. അവൻ ജിലേബി തിന്നല്ലോ, പിന്നെ എന്താ? ശരി ശരി, ഞാൻ വഴക്കൊന്നും പറയുന്നില്ല. തൽക്കാലം നീ എന്റെ കൂടെ അടുക്കളയിലേക്ക് വാ. അമ്മ വേറൊരു സാധനം തരാം. അതെന്താ മിഠായിയാണോ? അതൊക്കെ പറയാം, ആദ്യം അടുക്കളയിലോട്ട് വാ. എന്താന്ന് പറയാമേ? അതൊക്കെ അമ്മ പറയാം, ഇങ്ങ് വാ. ആദ്യം കുണിക്ക് പാല് കുടിക്ക്, എന്നിട്ട് പറയാം. പാല് കുടിപ്പിക്കാനാണോ അമ്മ വിളിച്ചേ? അല്ല, അതൊക്കെ പറയാം. ആദ്യം പാല് കുടിക്കേ. വേണ്ട വേണ്ട, അമ്മ എന്നെ പറ്റിക്കുക. ഒന്ന് വേഗം കുടിച്ച് എന്റെ കുണിക്കുമോളെ. എനിക്ക് വേണ്ട. അയ്യോ അമ്മ, ഞാൻ അറിയാതെയാ. അറിയാതെയാണോ? അറിയാതെയാണോ ഈ കാണിച്ചേ? നിനക്ക് കുറച്ച് കുശുമ്പ് കൂടുന്നുണ്ട്. കയ്യില് ഗ്ലാസ് പാത്രം പത്തി പൊട്ടിച്ചിട്ട്. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ കൊച്ചല്ലേന്ന് ഓർക്കുമ്പോ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. ഇനി മേലെ എങ്ങനെ ചെയ്യോ? അയ്യോ അച്ഛൻ ഓടിയേ. അയ്യോ, എന്താ ഇവിടെ ഒരു ബഹളം കേട്ടെ? എന്താ? അയ്യോ, കുപ്പിച്ചില്ല. കാലില് കുപ്പിച്ചില്ല കൊള്ളുണ്ടെങ്കിൽ മാറി നിന്നോ. അയ്യോ അമ്മ, അതിന് കൊച്ചിന്റെ ചെവിട്ടി പിടിച്ചിട്ട് എന്തിനാ? കൊച്ചിന്റെ ചെവിന്ന് വിടമ്മേ, പാവം. എന്റെ ചെവി പിച്ചി. എന്തിനാ അമ്മേ കുണിക്കുമോട്ട് ചെവിട്ടി പിച്ചിയത്? ഞങ്ങളുടെ ചെവിട്ടിൽ പിച്ചുന്ന പോലെയാണ്. ഇത് കുഞ്ഞല്ലേ, ഷോ പാവം. ആഹാ, അത്രയ്ക്ക് സങ്കടം വരുന്നുണ്ടെങ്കിലേ ഈ പൊട്ടിയ പാൽ ഗ്ലാസ് നീ തന്നെ വൃത്തിയാക്കി വെച്ചിട്ട് പോയാ മതി. അയ്യോ അമ്മ, ഞാനോ? എന്തേ, നിനക്ക് പറ്റില്ലേ? എന്നാ പിന്നെ മിണ്ടാതെ പൊക്കോണം. ചെവിട്ടി പിടിക്കരുത് പോലും. ആദ്യം ഞാൻ ഈ ഗ്ലാസ് ഒക്കെ വൃത്തിയാക്കട്ടെ, എന്നിട്ട് കുണിക്കുള്ള ബാക്കി കൂടി തരാം. അയ്യോ, ഇനിയുണ്ടോ? ഞാൻ ഓടി പോവാ. നിക്കടി അവിടെ. അയ്യോ, ഇവിടെ നിന്ന് ഇതെന്റെ തലയിലാകും. ഞാനും പോകുക. നീതു, നീയും പോയോ? ഹായ്, നല്ല ജിലേബിയല്ലേ കൊടുക്ക? ആഹാ, കുണിക്കുമോള് ജിലേബിയൊക്കെ എടുത്ത് തിന്നല്ലോ, മിടുക്കി. അച്ഛൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നാളെ കട തുറക്കുമ്പോ 2 ഐസ്ക്രീം വാങ്ങിച്ചു തരാട്ടോ. വേണ്ട വേണ്ട, എനിക്ക് ഐസ്ക്രീം വേണ്ട. ഇതെന്ത് പറയുമായും? ഐസ്ക്രീം വേണ്ടെന്നോ? ഇതെങ്ങനെ? ഐസ്ക്രീം വേണ്ട, ജിലേബിയാ നല്ലത്. കുട്ടികൾ ഇങ്ങനെയൊക്കെ മാറുമോ? ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വീട് വിട്ട് വഴക്കിട്ട് പോയ ആളല്ലേ. ഇതിപ്പോ എന്ത് പറ്റി? ആ, കുണിക്കുമോള് മിടുക്കി കുട്ടിയായിട്ട് ജിലേബി കഴിക്കുവാണല്ലോ. എടി, ഇതെങ്ങനെയാടി ഐസ്ക്രീമിന് വാശി പിടിച്ച് കരഞ്ഞ കുണിക്കുമോൾ ഇപ്പൊ ജിലേബി കഴിക്കുന്നേ? അതെന്റെ കുണിക്കുമോള് ഗുഡ് ഗേൾ ആയതുകൊണ്ടാ അല്ലേ കുണിക്ക്? ആ, ഞാൻ കുഗ്ഗാളാ. ഗീത, സത്യം പറ, നീ കൊച്ചിനെ തല്ലിയോ? ഞാൻ തല്ലിയൊന്നുമില്ല. വേണമെങ്കിൽ കുണിക്കുമോളോട് ചോദിച്ചു നോക്ക് ഞാൻ തല്ലിയോന്ന്. നമ്മ തള്ളിയില്ല, ചെവിട്ടില് ഇങ്ങനെ എന്തോ കാണിക്കും. എടി, നീ കൊച്ചിന്റെ ചെവി പിടിച്ച് തിരിച്ചല്ലേ? ആ, ചെറുതായിട്ട്, ചെറിയ 2 ഡോസ്. അതുകൊണ്ട് എന്താ ഇപ്പൊ ഐസ്ക്രീം വേണ്ട ജിലേബി വേണ്ടെന്ന് പറഞ്ഞില്ലേ? അത്രേ ഉള്ളൂ അല്ലേ കുണിക്കുമോളെ? അത് തന്നെ.